ഗൈസ്, സുനിൽ ഛേത്രിയെ നാഷണൽ ടീമിലേക്ക് പിക്ക് ചെയ്തതിനെ പറ്റി നമ്മൾ വീഡിയോയിലൊക്കെ സംസാരിച്ചതാണ്. എങ്കിലും ഇപ്പോൾ ഒരുപാട് എതിരഭിപ്രായങ്ങളുണ്ട്. അതിൽ ശക്തമായിട്ട് വരുന്നൊരു എതിരഭിപ്രായമാണ് അദ്ദേഹത്തിന് സ്റ്റിൽ 40 വയസ്സായി, നമ്മൾ മൂവ് ഓൺ ചെയ്യേണ്ട സമയമായില്ലേ, മറ്റ് സ്ട്രൈക്കേഴ്സിലേക്കൊക്കെ പോകേണ്ട സമയമായില്ലേ എന്നുള്ളൊരു കാര്യം. ഈ കാര്യം നമുക്ക് വിശദമായിട്ടൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ സുനിൽ ഛേത്രിയെ തിരിച്ചു കൊണ്ടുവരുമ്പം പഴയതുപോലെ ഒരു മെയിൻ ക്യാരക്ടർ വൈബ് ആയിരിക്കരുത് അദ്ദേഹത്തിന് ഈ ഒരു സ്ക്വാഡിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളത്. അദ്ദേഹം ഈ ഒരു ടീമിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സ്ട്രൈക്കർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഒരു എക്സ്ട്രാ ഒരു എനർജി മാത്രം എന്ന നിലയ്ക്ക് അല്ലാതെ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ സെക്കൻഡ് ഹാഫിലൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു രീതി. താൽക്കാലികമായിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന നിലയ്ക്ക് നമുക്ക് ആഡ് ചെയ്യാം. എന്താണെങ്കിലും അദ്ദേഹത്തെ ഏഷ്യൻ കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പം റിലേ ചെയ്യാൻ പറ്റില്ല. കാരണം പറഞ്ഞ പോലെ ഏജ് എപ്പോഴും ഒരു ഫാക്ടറായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റ് സ്ട്രൈക്കേഴ്സിലേക്ക് പോകണം. പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യം നിൽക്കുമ്പോഴും നമ്മുടെ ഈ ഒരു സ്ക്വാഡിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ള സ്ട്രൈക്കേഴ്സ് ഈ ഒരു സ്ക്വാഡിൽ ഇല്ല, സുനിൽ ഛേത്രി അല്ലാണ്ട് എന്നുള്ളതാണ്. നമുക്ക് പറയാൻ പറ്റുന്നൊരു നെയിമുകൾ ഇർഫാൻ യാദ്വാദ്, മൻവീർ സിംഗ് ആൻഡ് ഫറൂഖ് ചൗധരിയാണ്. ഇവർ പലപ്പോഴും എപ്പോഴും പ്രോപ്പർ സ്ട്രൈക്കർ പൊസിഷൻസിൽ കളിക്കുന്ന പ്ലേയേഴ്സ് അല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മൻവീർ സിംഗ് ഒട്ടും കളിക്കുന്നില്ല. ഫറൂഖ് ചൗധരിയും കൂടുതലും വിങ്ങർ മിഡ്ഫീൽഡർ റോളിലേക്കാണ് കളിക്കുന്നത്. ഇർഫാൻ യാദവാണ് കുറച്ചെങ്കിലും ആ ഒരു സെൻട്രൽ ഫോർവേഡിൽ കളിക്കുന്ന പ്ലെയർ എങ്കിലും കൂടുതലും അദ്ദേഹം വിങ്ങർ എന്ന ലെവലിലാണ് കളിക്കുന്നത്. അങ്ങനെ ഒരു സ്ട്രൈക്കർ പൊസിഷനിൽ കളി, അങ്ങനെ ഒരുപാട് ഗോൾസും സ്കോർ ചെയ്യുന്നൊരു പ്ലെയറല്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു പ്ലെയറെ ഉറപ്പായിട്ടും സ്ക്വാഡിൽ ആവശ്യമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മുന്നോട്ടുള്ള യാത്രയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഛേത്രി അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് സ്ക്വാഡിലുണ്ട്. എന്നാൽ മറ്റൊരു സ്ട്രൈക്കർ ഡെവലപ്പായി വരുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് ഒരു ബെനിഫിറ്റ് ആയിട്ട് മാറണമായിരുന്നു. അപ്പോൾ അതിനൊക്കെ നല്ല ചോയ്സ് ആയിരുന്നു നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള ഡേവിഡ്. ഈസ്റ്റ് ബംഗാളിൽ കളിക്കുന്ന താരമാണ്. അദ്ദേഹം വളരെ കുറഞ്ഞ മിനിറ്റ്സേ കളിച്ചിട്ടുള്ളെങ്കിലും 4 ഗോൾസ് ഇതിനോടകം അടിച്ചിട്ടുണ്ട്. ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റിൻ്റുള്ള ഗോളുകളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതല്ലെങ്കിൽ എഡ്മണ്ട് ഇന്റർകാഷിൽ കളിക്കുന്ന സ്ട്രൈക്കർ പൊസിഷനിൽ തന്നെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ ലാൽനുസ്വാല ഐസ്വാളിൽ കളിക്കുന്ന പ്ലെയറാണ്. ഇപ്പം ഇവരൊക്കെയാണ് സ്ട്രൈക്കറായിട്ട് തന്നെ കളിക്കുന്ന പ്ലെയേഴ്സും ഗോൾ അടിക്കുന്ന പ്ലെയേഴ്സ് എന്ന ലെവലിൽ നമുക്ക് പറയാൻ പറ്റുന്ന താരങ്ങൾ. പക്ഷേ ഇവരിൽ 3 പേരിൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും പിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. എങ്കിൽ മാത്രം ഇപ്പം നമുക്ക് ആ ഒരു സ്ട്രൈക്കർ പൊസിഷനിൽ വീണ്ടും ഛേത്രിയിലേക്ക് ഡിപ്പെൻഡ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നല്ലതല്ല. കാരണം നമുക്ക് മുന്നോട്ടും ചിന്തിക്കേണ്ട ഒരു ഫാക്ടർ അവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്ട്രൈക്കേഴ്സ് അല്ലാത്ത പ്ലേയേഴ്സിനെ ആ പൊസിഷൻസിലേക്ക് കളിപ്പിക്കുന്ന ഒരു രീതി, ഇപ്പം പ്രത്യേകിച്ച് മോഡേൺ ഫുട്ബോളിലൊക്കെ സ്ട്രൈക്കർ പ്രശ്നങ്ങളുള്ള പല ടീമുകളൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പം പല പ്ലേയേഴ്സിനെയും റൊട്ടേറ്റ് ചെയ്ത് വിങ്ങറായിട്ടും സെൻട്രൽ ഫോർവേഡായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും അങ്ങനത്തെയൊക്കെ പല റോൾസിൽ സ്വിച്ച് ചെയ്ത് കളിക്കുന്ന രീതി. അപ്പോൾ സ്ട്രൈക്കർ ഇൻസ്റ്റിൻ്റ് ഉള്ള പ്ലേയേഴ്സിനെ അവിടെ കളിപ്പിച്ചിട്ട് അങ്ങനെ ഒരു രീതിയിലേക്കൊക്കെ ഒരു പ്ലാനിങ് മനോള ചെയ്യണമെന്നുള്ളതാണ്. കാരണം നമ്മുടെ രാജ്യത്ത് സ്ട്രൈക്കേഴ്സിൻ്റെ പ്രശ്നമുണ്ട്. അതൊക്കെ പരിഹരിക്കാൻ ചെയ്യുന്ന ഒരു മാർഗ്ഗം അത് മാത്രമാണ്. അപ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്നൊരു പേരാണ് ബ്രൈസൺ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള FC ഗോവയുടെ പ്ലെയർ. അദ്ദേഹം 7 ഗോൾസ് സ്കോർ ചെയ്തിട്ടുണ്ട്. മനോളയുടെ അണ്ടറിൽ തന്നെ കളിക്കുന്ന പ്ലെയറാണ്. അദ്ദേഹം ഒരു വിങ്ങർ ആണെങ്കിലും ബേസിക്കലി ഒരു വിങ്ങർ ആണെങ്കിലും കുറച്ചും കൂടി ഒരു ഇൻവേർട്ട് ചെയ്ത് സെൻട്രലിലോട്ട് വന്ന് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോട്ട്സൊക്കെ മികച്ചതാണ്. ആ സ്ട്രൈക്കിംഗ് ഇൻസ്റ്റിൻ്റ് ഉണ്ട്. അപ്പം അത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ലാലുൻസല ചാങ്തിയാണ് 5 ഗോൾസ് അടിച്ചിട്ടുണ്ട്. ചാങ്തിയുടെ കാര്യം പറയുമ്പോഴും പറഞ്ഞ പോലെ ആ ഒരു ഇപ്പം മുംബൈ സിറ്റി FC മൊത്തത്തിലൊന്ന് ഡൗൺ ആയതിൻ്റെ പ്രശ്നമാണ്. അതല്ലെങ്കിൽ നമുക്കറിയാം അദ്ദേഹം ടോപ്പ് ക്വാളിറ്റി പ്ലെയറാണ്. അദ്ദേഹം ഒരു വിദേശ താരം കളിക്കുന്ന പോലെ തന്നെ കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ പലപ്പോഴും ഇപ്പം പലരൊക്കെ പറയുന്നതായിട്ട് ഈ സീസണിൽ ചാങ്തി ഒന്ന് ഡൗൺ ആയി. എനിക്ക് തോന്നുന്നു അവരുടെ ടീമിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നം അദ്ദേഹത്തെ ബാധിച്ചു എന്നുള്ളതാണ്. അതല്ലാതെ ഇപ്പം നമ്പേഴ്സ് വരാത്തതൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അതാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ പ്രശ്നങ്ങളൊക്കെ സെറ്റാകുന്നത് വരെ മാത്രം ഛേത്രി ഒരു താൽക്കാലിക ഒരു സൊല്യൂഷൻ എന്ന നിലയിൽ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് മറ്റൊരു സ്ട്രൈക്കറെ ഡെവലപ്പ് ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഛേത്രി ഒപ്പം ഉണ്ടാകുക എന്നുള്ളൊരു ഫാക്ടറാണ്. ഇത് നമ്മൾ വളരെ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഛേത്രി അദ്ദേഹത്തിൻ്റെ ടീമിനോടൊപ്പം നിന്ന് മറ്റൊരു സ്ട്രൈക്കറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് കൂടി അദ്ദേഹം സ്ക്വാഡിലെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഒരിക്കലും പറഞ്ഞാൽ എത്ര നാൾ അദ്ദേഹത്തെ റിലേ ചെയ്യാൻ പറ്റും, അതൊരു ചോദ്യം തന്നെയാണ്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിപ്രായങ്ങളുണ്ടാവുക. കമ്പോസ് സൈനിങ് ഓഫ്.